എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ ഗൗതമ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാടൻകുലി വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ഗൗതമിന്റെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ഗൗതം ആ കാര്യങ്ങളൊക്കെ ഓർക്കണത്. തന്റെ അരിയിലേക്ക് മുരളി വന്നിട്ട് പറയുന്നത്, അതെ, ആദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ തല ചിന്നിച്ചിതറിയെന്ന് പറയുക. ഇത് കേട്ടത് ഒരു നിമിഷം ഗൗതം ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആദിത്യൻ പറഞ്ഞാൽ തന്റെ സൂരജാണ്, തന്റെ കളിക്കൂട്ടുകാരനാണ്, അവന്റെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടോണ്ട് അഭിരാമി ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കാറിന്റെ. അത് അയാളെ കണ്ടിട്ടുമില്ല. പിന്നീട് മുരളി ചോദിച്ചു, എന്താ ഗൗതം സാർ ഇനി ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയാം, ഇപ്പൊ മുരളി പൊക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയാണ്. പിന്നീട് നേരെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോ അഭിരാമി കാറിന്റെ മറവില് ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. പൊട്ടിക്കരയുവാണ് അഭിരാമി. സൗണ്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാ മൂടി വെച്ചേക്കുവാ സാരി തലപ്പം കൊണ്ട്. പെട്ടെന്ന് ഗൗതമത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, സൂരജ് സൂരജ് പോയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതത്തിന് എന്തും മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ഗൗതം, നിനക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു? എന്റെ സൂരജ് തന്ന ജീവനല്ലായിരുന്നു നിന്റേത്. നിനക്ക് ദാനം തന്ന ജീവനല്ലായിരുന്നു. എന്നിട്ട് നീ സൂരജിനെ. പിന്നീട് അഭിരാമി എന്ത് ചെയ്യുവാണ്, ഗൗതത്തിന് നെഞ്ചിലേക്ക് അങ്ങോട്ട് ചായുക. അഭിരാമിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ കാര്യങ്ങൾ ഓർത്തപ്പോൾ പെട്ടെന്ന് ഗൗതം ഇങ്ങനെ ആ ചിന്തയിൽ നിന്ന് അങ്ങോട്ട് മാറുവാണ്. ഈ സമയത്ത് കമ്മീഷണർ മുന്നിൽ അവിടെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓർക്കണേ. പിന്നീട് ഗൗതത്തിന്റെ മനസ്സിലേക്ക് വരുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ഐസുവിന്റെ ഫ്രണ്ട് നിൽക്കുക. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കണ സമയത്ത് അകത്തുനിന്ന് ഒരു നേഴ്സ് ഇങ്ങോട്ട് ഇറങ്ങി വരിക. നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ, അഭിരാമിയുടെ കൂടെ വന്ന ആളല്ലെന്ന് ചോദിക്കുക. അതെ, അഭിരാമിയുടെ അഡ്രസ്സൊക്കെ വേണമായിരുന്നു, ID കാർഡൊക്കെ വേണമെന്ന് പറയാം. അയ്യോ, ID കാർഡ് ഇല്ല, കാരണം ID കാർഡ് കൊടുത്താൽ പ്രശ്നമാവും അറിയാം, അതിപ്പോ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു, അവളുടെ ബാഗ് നഷ്ടപ്പെട്ടു പോയെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല സാർ, അതിവിടെ വേണ്ട കാര്യമാണ്, ഞങ്ങൾക്ക് പ്രൂഫ് വേണമെന്ന് പറയാം. പിന്നീട് ഗൗതം അവരെ പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തുനിന്ന് ഡോക്ടർ ഇങ്ങോട്ട് ഇറങ്ങി വരിക. അഭിരാമിയെ നോക്കിയിട്ട് ബന്ധപ്പെട്ട ഡോക്ടറോട് ഗൗതം ചോദിച്ചു, ആമിക്ക് എങ്ങനെയാണ് ഡോക്ടർ എന്ന് ചോദിക്കുക. അതെ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്, എന്നാലും നമുക്ക് അപകടനില തരണം ചെയ്യുന്ന പറയാൻ പറ്റില്ല. പേഷ്യന്റിന്റെ BP അങ്ങ് ഹൈ ലെവലിൽ നിൽക്കുക. പിന്നെ അത് മാത്രമല്ല, ബ്ലീഡിങ്ങും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തോ മാനസികമായിട്ട് എന്തോ ഷോക്ക് ഏറ്റിട്ടുണ്ട്, അതാണ് ഇതിന്റെ കാരണം. അപ്പൊ അത് പെട്ടെന്നൊന്നും താഴത്തില്ല, അതിനുള്ള മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് ഡോക്ടറിന് ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ തന്നെ ഇന്ന് ICU കിടക്കട്ടെ, നാളെ വാർഡിലേക്ക് മാറ്റാം. അപ്പൊ 2 ദിവസം ഇവിടെ ഒബ്സർവേഷൻ കിടന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടും ശരി ഡോക്ടർ എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സും അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ ഗൗതം നിൽക്കുവാണ്. ഈ സമയത്താണ് മുരളിയുടെ കോള് വരുന്നത്. മുരളി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കൊണ്ടിരിക്കുക. ഗൗതം പറഞ്ഞു, അതെ, എനിക്ക് ഇച്ചിരി തിരക്കായി പോയി മുരളി, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യുക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ കോർഡിനേറ്റ് ചെയ്യുക, എന്താ ചെയ്യേണ്ടത് ഞാൻ നിർദ്ദേശങ്ങൾ തരാമെന്ന് പറയാണ്. ഇങ്ങനെ മുരളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് നേഴ്സിംഗ് കൂടെ വന്നിട്ട് പറഞ്ഞു, അല്ല, സാറിന്റെ ഭാര്യയുടെ പേര് അഭിരാമി എന്നല്ലേന്ന് ചോദിക്കുക. അകത്ത് കിടക്കുന്നത്. പെട്ടെന്ന് അഭിരാമി എന്ന് പറഞ്ഞു. അല്ല, സാറിന്റെ പേര് ഗൗതം എന്ന് പറയാം. ആ സമയത്ത് അങ്ങേ തലയ്ക്ക് മുരളിയുടെ കോൾ ഉണ്ടായിരുന്നു. പിന്നീട് ശരി മുരളി, ഞാൻ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. നേഴ്സ് പറഞ്ഞേ, അതെ, ഒരു കാര്യം ചെയ്ത് മെഡിസിൻസ് ഒക്കെ കുറച്ച് വാങ്ങാനുണ്ട്, ഒബ്സർവേഷനിലേക്ക് മാറ്റണമെങ്കിൽ അതിന് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കാനുണ്ട്, താഴ്ച മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചോ. അഭിരാമി ഗൗതം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അഭിരാമി ഗൗതമോ? എന്താ സാർ, സാറിന്റെ ഭാര്യയല്ലേ അത്? ഒരു നിമിഷം ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാര്യയല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂടുതൽ അന്വേഷണമോ. അത് വേണ്ട, ഇപ്പൊ അങ്ങനെ തന്നെ കിടക്കട്ടെ. ശരി, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാന്ന് പറയാ. വേറൊന്നും ഗൗതത്തിന് പറയാൻ പറ്റില്ല. ഗൗതത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് ഗൗതം എന്ത് ചെയ്യണം, മുറിയിലേക്ക് വരികയാണ്. അവിടെ തന്നെ ഒരു മുറിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പേഷ്യൻസിന്റെ കൂടെ ICU നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മുറിയുണ്ട്. അങ്ങനെ മുറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് വല്ലാത്ത വിഷമം, വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥ. അങ്ങനെ വന്നിട്ട് അവിടുത്തെ മുറിയിലുള്ള ആ കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് മനസാക്ഷി അവിടെ നിൽക്കുന്ന പോലെ ഗൗതത്തിന് തോന്നി. എന്നാലും നിനക്ക് എങ്ങനെ തോന്നുന്നു ഗൗതം? നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ? എന്നിട്ടാണോ നീ അവളെ രക്ഷിച്ചേ? അവളെ രക്ഷിക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ? ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അവള് ഒരു തീവ്രവാദിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അവളെ. അവൾ എന്റെ കളിക്കൂട്ടുകാരിയാണ്, അവൾ എന്റെ ആമയാന്ന് പറയാം. ആമയാണ് പോലും, ഇപ്പൊ അവളൊരു തീവ്രവാദിയാന്ന് പറയാം. എന്ത് തീവ്രവാദിയാണെങ്കിലും അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എനിക്ക് അതിനെ സംരക്ഷിച്ചാൽ മതിയാവെന്ന് പറയാം. ഒരു പോലീസ് ഓഫീസർക്ക് ചേരുന്നാണോ ഗൗതം ഇങ്ങനെ? ദേ,
നീ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും. നിനക്കറിയത്തില്ല, ഒരു കാരണവശാലും നീ അവളെ സപ്പോർട്ട് ചെയ്തുകൂടാ. പോലീസിനെ കാണിച്ചു കൊടുക്കുക ചെയ്യണ്ടേ. അവള് പോലീസ് കീഴടങ്ങട്ടെ, അതാ ചെയ്യേണ്ടതെന്ന് പറയാം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് അവളെ സംരക്ഷിക്കണം. ഒരു പക്ഷേങ്കില് അവൾക്ക് ഇനിയിപ്പോ വല്ല മാനസാന്തരം ഉണ്ടായാലോ. മാനസാര മാനസാന്തരം ഉണ്ടായി പോലും. അതെ, ആദ്യം അവൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, സൂരജ് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് സങ്കടം തോന്നുന്നില്ല. പക്ഷെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. അവള് മാത്രമല്ല, അവളുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞും കൂടെ ഇല്ലാതായി തീരുന്നേ. ഇത് കേട്ടപ്പോഴത്തെ ഗൗതത്തിന് മനസാക്ഷി ചോദിക്കുക, അല്ല നിനക്ക് ഉറപ്പുണ്ടോ ആ വയറ്റി വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് പുറത്തു വന്നു കഴിയുമ്പോൾ നാളെ അവനൊരു വിപ്ലവകാരി ആകില്ല, തീവ്രവാദി ആണെന്ന് എന്താ ഉറപ്പ്? മിക്കവാറും അവൾ അവനെ അങ്ങനെ ആക്കാനാണ് വഴിയെന്ന് പറയാം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, ഏയ് അങ്ങനെ ഒരിക്കലും ആവില്ല എന്ന് പറയാം. കണ്ടറിയാം, ഇത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കിത് അനുഭവത്തിൽ കൂടെ മനസ്സിലായിക്കോളും. നീ ജീവിതം വെച്ചാണ് കളിക്കുന്നത്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകുന്നു മനസാക്ഷി ഗൗതത്തിനോട് പറയാം. ആകപ്പാടെ ഗൗതം പെട്ട അവസ്ഥയെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഗൗതം ഇരിക്കുക. പിന്നീട് ഗൗതം നേരെ അഭിരാമിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അഭിരാമിക്ക് ബോധമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗതത്തെ കണ്ടതും പെട്ടെന്ന് അഭിരാമി ചോദിച്ചു, അതെ സൂരജിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു, സൂരജ് പോയെന്ന് പറയാ. ഇത് കേട്ടെന്ന് പറഞ്ഞു, നീ എന്ത് ചെയ്തു എന്റെ സൂരജിന്, പിന്നീട് എന്ത് ചെയ്തു, എനിക്ക് അവനെ കാണണം എന്ന് പറയാം. ഇത് കേട്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ആമി ഇപ്പൊ സംസാരിക്കണ്ട. അതിന് പറ്റിയതൊന്നും അല്ല, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ആ ഒരു ചിന്ത വേണം നിനക്കെന്ന് പറയാം. ഇത് കേട്ടതും അവൾ പറഞ്ഞു, നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു? നിനക്ക് സൂരജിനെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷെങ്കിൽ ആ സൂരജ് ആണെന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ അവനെ ഇല്ലാതാക്കില്ലായിരുന്നു. ഒരു പക്ഷെ ഞാൻ അവനെ കണ്ടിട്ടില്ല, അവനെ കാണുമായിരുന്നെങ്കിൽ ഞാൻ അവനെ എങ്ങനെയായാലും പറഞ്ഞ് നേരെയാക്കാൻ ശ്രമിച്ചാനും. പക്ഷെ വിപ്ലവകാരികളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്ന് പറഞ്ഞ് നിർത്തുവാണ്. എന്താ നിനക്ക് അവൻ മരിച്ച ദുഃഖമൊന്നും ഇല്ലെന്ന് ചോദിക്കുക. ദുഃഖമോ? ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത്? അവനിപ്പൊ ഞാനൊരു തീവ്രവാദിയായിട്ടാ കാണുന്നത്. തീവ്രവാദി പോലും നിന്റെ ജീവൻ രക്ഷിച്ചല്ലേ അവന്. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നേ? നീ പഴയതൊക്കെ മറന്നുപോയോ? ഇന്നലെ നടന്ന പോലെ എന്റെ കൺമുന്നിൽ അതെല്ലാം ഉണ്ടെന്ന് പറയാം. ഈ സമയത്ത് ഗൗതം ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. സൂരജ് ഗൗതമും അർജുനും അഭിരാമിയും കൂടെ നീന്താനായിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ വലിയൊരു ആറിന്റെ അവിടെ എത്തിയപ്പം അവർ രണ്ടും 3 പേരും കൂടെ നീന്താൻ ഇറങ്ങി. ഈ സമയം കരയ്ക്ക് നിന്നിട്ട് അഭിരാമി പറഞ്ഞു, അതെ വേണ്ട, അങ്ങോട്ട് ഒത്തിരി ആഴമുണ്ട്, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറയാണ്. പക്ഷേങ്കിൽ ഇവര് 3 പേരും ഇത് കേട്ടില്ല. ഗൗതമും അർജുനും സൂരജും കൂടെ നീന്തുക. അങ്ങനെ കുറെ അങ്ങ് നീന്തി കഴിയുമ്പോഴത്തേനും 2 ഏട്ടന്മാരെല്ലാം വന്നു. നിങ്ങൾ എന്താ കുട്ടികളെ കാണിക്കുന്നേ? അങ്ങോട്ട് പോയിട്ടിനെ ഭയങ്കര ആഴവാ, ദേ കയറി പോകാൻ നോക്കാൻ പറയണം. പക്ഷെ അവരൊന്നും കേട്ടിട്ടില്ല. പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇന്നത്തെ പിള്ളേരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് തിരികെ ഇങ്ങോട്ട് നീന്തുവാണ്. പക്ഷെ തിരികെ നീന്തി വരുന്ന വഴിക്ക് തന്നെ ഗൗതം മുങ്ങിപ്പോവാണ്. ആമി നോക്കിക്കഴിയുമ്പോഴത്തേനും കരക്കിലേക്ക് വരുന്നത് ഗൗതം മാത്രമില്ല, സൂരജും അർജുനും മാത്രം നീന്തി വരുന്നുള്ളൂ. പെട്ടെന്ന് ആമി അലറക്കറിഞ്ഞു പറഞ്ഞു, എന്തി ഗൗതം എന്തിയെ? ഗൗതത്തിനെ കാണുന്നില്ലോ എന്ന് പറയാണ്. അപ്പോഴാണ് ഗൗതത്തിനെ അവർ നോക്കുന്നത്. ഗൗതം അവിടെ എങ്ങുമില്ല, വെള്ളത്തിന് മുകളിലൊന്നും ഗൗതത്തിനെ കാണുന്നില്ല. ഗൗതം മുങ്ങിപ്പോയെന്ന് മനസ്സിലായി. ആമി അവിടെ കിടന്ന് അലറി നിലവിളിക്കുക. ആ സമയത്ത് ആ ചേട്ടന്മാരും അങ്ങോട്ട് വന്നു. അങ്ങോട്ട് പോയ അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടെന്ന്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിള്ളേരെ ഓരോ പണിയായിട്ട് ഇറങ്ങിക്കോളും. ഈ സമയത്ത് ഒന്നും നോക്കാൻ സൂരജ് വെള്ളത്തിനകത്തേക്ക് ചാടുവാണ്. സൂരജ് വെള്ളത്തിനകത്തേക്ക് പോയി മുങ്ങി നേരെ പൊങ്ങി വരുന്ന ഗൗതവുമായിട്ടായിരുന്നു പൊങ്ങി വരുന്നത്. അങ്ങനെ നേരെ ഗൗതത്തിനെ കരയിലേക്ക് കൊണ്ടുവരുവാണ് ആ ചേട്ടന്മാരും കൂടെ കൂടിയിട്ട്. അങ്ങനെ ഗൗതം അവിടുന്ന് രക്ഷപ്പെടുവാണ്, ജീവിതത്തിലേക്ക് തിരികെ വരുവാണ്. ആ കാര്യം ഓർത്തും പെട്ടെന്ന് ഗൗതം ഇങ്ങനെ ഞെട്ടി ഉണരുവാണ്. വല്ലാത്തൊരവസ്ഥയില് ഗൗതം പറഞ്ഞു, എനിക്ക് സൂരജിനോടൊരു കടപ്പാടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റി വളരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത. ഇനി നിന്റെ വയറ്റി വളരുന്ന സൂരജിന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് രക്ഷിക്കണം എന്ന് പറയാം. ഈ സമയത്ത് ആമി പറഞ്ഞു, അവനോടൊരു കടപ്പാടുണ്ടായിരുന്നു, നീ അങ്ങനെ ചെയ്യുമായിരുന്നോ? ആമി, ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേങ്കില് അവന് സൂരജാന്ന് അറിയുമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനല്ലോ ചെയ്തേ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ഒരു കാര്യം മാത്രം വാക്കെന്നാ മതി, ഞാനൊരു പോലീസ് ഓഫീസറാ. കാരണം എനിക്ക് ഇങ്ങനെ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത, പക്ഷെ നീ എന്റെ കളിക്കൂട്ടുകാരിയായിപ്പോയി. അത് മാത്രമല്ല, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഇനി നീ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തീവ്രവാദി പണിക്ക് പോവരുത്. അറിയാലോ, നീ ഒരു നല്ലതായിട്ട് നല്ല സ്ത്രീ ആയിട്ട് നിന്റെ കുഞ്ഞിനെ വളർത്തി ഒരു സാധാരണക്കാരിയെ പോലെ നീ ജീവിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ആമി പറഞ്ഞു, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? അതെ, തീവ്രവാദി നിന്നെ പറയരുതെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞാല്? അതെ, അങ്ങനെ വേണ്ട, പറയണ്ട ഗൗതം എന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, നീ എനിക്കൊരു വാക്ക് തരണം. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ നീ പൊന്നുപോലെ നോക്കണം.
അതിന് ഒരു കാരണവശാലും വേറെ രീതിയിലും നിന്റെ രീതിയിൽ അവനെ വളർത്തിക്കൊണ്ട് വരില്ലെന്ന് പറയാ. അങ്ങനെ എനിക്കൊരു വാക്ക് തരാമോ എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ മാത്രമേ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അറിയാലോ. ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ഓഹോ, അപ്പൊ നീ എന്നെ ഭീഷണിപ്പെടുത്തും അല്ലേ? നീ എന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിലോ എന്നെ ഇല്ലാതാക്കി തീർക്കും, അതല്ലേ ഉദ്ദേശിക്കുന്ന ചോദിക്കാം. അങ്ങനെയല്ല അമ്മി, എനിക്ക് വേണം, നിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ വേണം. കാരണം സൂരജിന്റെ കുഞ്ഞാണ്. അവനെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നോടൊപ്പം നിൽക്കണേന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, എനിക്കിനി നിൽക്കാൻ പറ്റില്ല. അതേ സമയം ഇവിടെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളുണ്ട്, അതായത് പേഴ്സണലായിട്ട് കാര്യങ്ങളുണ്ട്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എൻ്റെ നമ്പർ നിന്റെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നിന്റെ പുതിയ നമ്പർ എൻ്റെ ഫോണിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം, എപ്പോൾ വേണേലും വിളിക്കാം. നിന്റെ കാര്യത്തിനായിട്ട് ഞാൻ ഓടി വരുമെന്ന് പറയണം. ഇപ്പം ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.